ഹായ് REVSOUL എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് എൻ്റെ കൂടെ യമഹയുടെ MT15 വേർഷൻ 2 ആണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ആഴ്ച ഓട്ടോമൊബൈൽ വേൾഡിൽ നടന്ന കുറച്ചേറെ ഇൻട്രസ്റ്റിംഗ് ന്യൂസിനെ പറ്റിയാണ് നമ്മൾ ഈ വീഡിയോയിലോട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ ആഴ്ച കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ന്യൂസ് നമുക്ക് മാർക്കറ്റിലോട്ട് കൊണ്ടുവന്ന ഹോണ്ടയെ പറ്റി തന്നെ നമുക്ക് സംസാരിച്ച് തുടങ്ങാം. ഹോണ്ട പുതിയ 3 മോട്ടോർ സൈക്കിൾസാണ് ഇന്ത്യൻ മാർക്കറ്റിലോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. നമുക്ക് ആദ്യത്തെ മോട്ടോർ സൈക്കിൾ നോക്കാം. ആദ്യമായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്ന ഹോണ്ടയുടെ CB750 ഹോർനെറ്റ് എന്ന മോട്ടോർ സൈക്കിൾ ഇന്ത്യയിൽ അങ്ങനെ ഫൈനലി വന്നിട്ടുണ്ട്. ഒരു 8,60,000 രൂപയാണ് ഈ ഒരു മോട്ടോർ സൈക്കിളിന് പ്രൈസ് ചെയ്തിരിക്കുന്നത്. അഫ്കോഴ്സ് 750 എന്ന് കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. അതെ, നമുക്കൊരു 750cc പാരലൽ എഞ്ചിനാണ് നമുക്ക് ഈ ഒരു ഹോണ്ട CB750 ഹോർനെറ്റിൽ വരുന്നത് കേട്ടോ. നമുക്ക് ഒരു എസ്പെഷ്യലി പറയേണ്ട കേസ് എന്ന് പറയുമ്പോൾ നമ്മുടെ Aprilia RS 457 കണ്ടതുപോലെ ഒരു 270 ഡിഗ്രി ക്രാങ്ക് ഷാഫ്റ്റാണ്. അപ്പോൾ നമുക്കൊരു ബ്യൂട്ടിഫുൾ ലോ എൻഡ് മിഡ് എൻഡ് അതേപോലെ തന്നെ കിട്ടിലെ ടോപ്പ് എൻഡ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം നമുക്ക് ഈ ഒരു ഹോണ്ട CB750 ഹോർനെറ്റിൽ. പിന്നെ നമുക്ക് പറയാൻ സാധിക്കുന്നത് നമുക്ക് പവർ ഫിഗേഴ്സ് ചെക്ക് ചെയ്യാം. ഈ ഒരു 750cc പാരലൽ എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നത് ഒരു 94 bhp അതേപോലെ തന്നെ ഒരു 75 Nm ഓഫ് ടോർക്കുമാണ് കേട്ടോ ഈ ഒരു ബ്യൂട്ടിഫുൾ മോട്ടോർ സൈക്കിളിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നത്. പിന്നെ നമുക്കൊരു 4 റൈഡിംഗ് മോഡ് അവൈലബിൾ ആണ്, ലൈക്ക് സ്പോർട്ട്, സ്റ്റാൻഡേർഡ്, റെയിൻ. പിന്നെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു റൈഡിംഗ് മോഡ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ നമുക്ക് ലൈക്ക് ഒരു 296 ഡിസ്ക് റോട്ടേഴ്സാണ് ഫ്രണ്ട് സൈഡിൽ വരുന്നത്. റിയർ സൈഡ് ഒരു 240 mm അഫ്കോഴ്സ് ജിസിൻ്റെ ബ്രേക്ക് കാലിപ്പേഴ്സാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്കൊരു 41 mm USD ഫോക്സ് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ വേണ്ട സൂപ്പർ ബൈക്സിൻ്റെ ഒരു ഫീച്ചേഴ്സൊക്കെ ആയിട്ടൊക്കെയാണ് നമുക്ക് ഈ ഒരു ഹോണ്ട CB750 ഹോർനെറ്റ് അങ്ങനെ ഇന്ത്യയിലോട്ട് ലോഞ്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ. അടുത്തതായിട്ട് ഹോണ്ടയുടെ മോട്ടോർ സൈക്കിൾ ഏതെന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഹോണ്ട CB750 ഹോർനെറ്റ് ഉണ്ടല്ലോ, അതിൻ്റെയൊക്കെ ഒരു ചേട്ടനായിട്ട് പറയാൻ പറ്റുന്ന ഹോണ്ട CB1000 ഹോർനെറ്റ് SP ആണ് അങ്ങനെ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഒരു 12,36,000 രൂപയ്ക്കാണ് ഈ 1000 SP അങ്ങനെ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. 1000 SP അഫ്കോഴ്സ് ഒരു ഇൻലൈൻ 4 എഞ്ചിൻ തന്നെയാണ് വരുന്നത് കേട്ടോ. ഒരു 155 bhpയും ഒരു 107 Nm ഓഫ് ടോർക്കുമാണ് ഈ ഒരു ഇൻലൈൻ 4 എഞ്ചിന് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നത്. ഒരു 5 റൈഡിംഗ് മോഡ് അവൈലബിൾ ആണ് കേട്ടോ. 2 കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു കംപ്ലീറ്റ്ലി നമ്മളെ പ്രിഫറൻസിനനുസരിച്ച് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു റൈഡിംഗ് മോഡ്. പിന്നെ നമുക്ക് സ്പോർട്ട്, സ്റ്റാൻഡേർഡ്, റെയിൻ എന്നിങ്ങനെ 3 കോൺഫിഗർ ചെയ്ത മോഡും കിട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ പറയാൻ സാധിക്കുന്നേക്കുമ്പോൾ നമുക്കൊരു 310 mm ഡ്യുവൽ ഡിസ്ക് റോട്ടേഴ്സാണ് ഫ്രണ്ട് സൈഡിൽ. റിയർ സൈഡ് 240 ആണ്. അവിടെ നമുക്ക് നിസിൻ്റെ കാലിപ്പേഴ്സാണ് വരുന്നത്. പിന്നെ നമുക്ക് സീറ്റ് ഹൈറ്റ് നോക്കുമ്പോൾ ലൈക്ക് ഒരു 810 mm ആണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള സീറ്റ് ഹൈറ്റൊക്കെ കിട്ടുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇൻലൈൻ 4 മോട്ടോർ സൈക്കിളാണ്. നമുക്ക് നമ്മുടെ കവാസാക്കിയുടെ Z900 ഒരു കോമ്പറ്റീഷൻ ആയിട്ടാണ് ഈ ഒരു മോട്ടോർ സൈക്കിൾ ഇന്ത്യയിൽ കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ. പിന്നെ അടുത്തതായിട്ട് ഹോണ്ടയുടെ തന്നെ വൺ ഓഫ് ദി മോസ്റ്റ് എക്സ്പെൻസീവ് മാക്സി സ്കൂട്ടറായിട്ട് ഇന്ത്യയിൽ വന്നിരിക്കുന്നത് ഹോണ്ടയുടെ X-Adv 750 എന്ന് പറയുന്ന ഒരു മാക്സി സ്കൂട്ടറാണ്. കാണാൻ അതിഭീകര ലുക്കാണ് കേട്ടോ. ഒരു രക്ഷയില്ലെന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല. 2 കളേഴ്സിലാണ് അവൈലബിൾ ആവുന്നത്, വൈറ്റ് അതേപോലെ തന്നെ ബ്ലാക്ക്. എനിക്ക് എസ്പെഷ്യലി ബ്ലാക്ക് കളർ അത്യാവശ്യം നല്ല ഇഷ്ടപ്പെട്ടു. ബിക്കോസ് ഓഫ് ഫ്രണ്ടിൽ കാണാൻ സാധിക്കുന്ന ഡ്യുവൽ LED ഹെഡ്ലൈറ്റ്സ്, അതിൽ തന്നെ ഇൻറ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്ന DRL കാണാൻ അതിഭീകര ലുക്കാണ് കേട്ടോ. പിന്നെ 750 ആണെന്ന് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലായി കാണും. ഇതിൽ വരുന്നത് നമുക്കൊരു 745cc പാരലൽ എഞ്ചിനാണ് വരുന്നത്. ഒരു 57 bhpയും ഒരു 69 Nm ഓഫ് ടോർക്കുമാണ് കേട്ടോ ഈ ഒരു മാക്സി സ്കൂട്ടറിന് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നത്. ഇവിടെയും നമുക്കൊരു 5 റൈഡിംഗ് മോഡ് അവൈലബിൾ ആണ്, സ്പോർട്ട്, സ്റ്റാൻഡേർഡ്, റെയിൻ, ഗ്രേവൽ. പിന്നെ അതേപോലെ തന്നെ ഒരു കസ്റ്റമൈസബിൾ മോഡ് നമുക്ക് കിട്ടുന്നുണ്ട്. ഈ ഒരു എഞ്ചിനിലേക്ക് ഒരു 168 km സ്പീഡ് വരെയൊക്കെ നമ്മളെ ആ മാക്സി സ്കൂട്ടറിന് പുഷ് ചെയ്യാനും സാധിക്കുന്നുണ്ട്. അതാണ് കമ്പനി റെക്കമെൻഡ് ചെയ്യുന്നത്. അതിൽ കൂടുതലും പോകാൻ സാധിക്കുമെന്ന് തോന്നുന്നു. പിന്നെ നമുക്ക് എന്താ പറയാൻ സാധിക്കും, ഫ്രണ്ടിൽ ഒരു 17 ഇഞ്ചിൻ്റെ സ്പോക്ക് വീൽസ്, റിയർ സൈഡ് ഒരു 15 ഇഞ്ചിൻ്റെ സ്പോക്ക് വീൽസ്, ഒരു 296 mm ഡിസ്ക് റോട്ടേഴ്സാണ് ഇതിൽ വരുന്നത്. 240 നമ്മുടെ ഹോണ്ട CB750 ഹോർനെറ്റിൽ കണ്ടുവന്ന അതേ ബ്രേക്കിംഗ് സിസ്റ്റമാണ് നമുക്കിതിൽ കാണാൻ സാധിക്കുന്നത്. പിന്നെ പ്രൈസ് ഫിഗേഴ്സ് ഇത് വരുന്ന ഒരു 11,90,000 രൂപയ്ക്കാണ് ഈ ഒരു മാക്സി സ്കൂട്ടർ വരുന്നത്. അതെ, നമുക്ക് ഇന്ത്യയിൽ തന്നെ മോസ്റ്റ് എക്സ്പെൻസീവ് മാക്സി സ്കൂട്ടർ എന്ന് പറയാൻ സാധിക്കുന്ന രീതിയിൽ ഹോണ്ടയുടെ X-Adv 750 ആണ് കേട്ടോ. അപ്പോൾ അടുത്തതായിട്ട് കഴിഞ്ഞ ആഴ്ച നമുക്ക് KTMൻ്റെ കുറച്ച് മോട്ടോർ സൈക്കിൾസിന് പ്രൈസ് ഇൻക്രീസ് വന്നിട്ടുണ്ടായിരുന്നു. അതിലേറ്റവും കൂടുതൽ വന്ന നമ്മുടെ KTMൻ്റെ RC200 ആണ്. അപ്പോൾ ഞാൻ ആലോചിക്കുകയും ചെയ്തു, എന്തിനാണ് ഈ ഒരു 11,000 രൂപ പെട്ടെന്ന് അവർ കൊണ്ടുവന്നതാണ്. ബിക്കോസ് അതിനൊരു റീസൺ ഉണ്ട്. അങ്ങനെ KTM അങ്ങനെ ഫൈനലി പറഞ്ഞിട്ടുണ്ട് അവർ പുതുതായിട്ടൊരു കളർ സ്കീം, വെറും കളർ സ്കീം മാത്രമല്ല, പുതുതായിട്ട് നമ്മുടെ ഡ്യൂക്ക് 390 കണ്ടുവന്ന കളർ TFT മീറ്റർ കൺസോൾ ഉണ്ടല്ലോ, അത് നമ്മുടെ RC200 അങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു ഗ്രേ മെറ്റാലിക് കളർ എന്ന് പറയുന്ന കളർ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു 2 അപ്ഡേറ്റ് ഒരു 11,000 രൂപയുടെ പ്രൈസ് ഇൻക്രീസ് കുഴപ്പമില്ല,
അത്യാവശ്യം നന്നായിട്ട് തന്നെ പോകുന്നുണ്ട് കേട്ടോ. പിന്നെ അടുത്തതായിട്ട് നമുക്ക് അപ്രിലിയയുടെ സൈഡിൽ നിന്നുള്ള ന്യൂസാണ്. അഫ്കോഴ്സ് അപ്രിലിയ ഫാൻസിന് കുറച്ചൊന്ന് വേദനിക്കുന്ന രീതിയിലാണ് ഇത്തവണ അപ്രിലിയൻ്റെ ഈ ഒരു ന്യൂസ് പുറത്ത് വന്നിരിക്കുന്നത്. അഫ്കോഴ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരുന്നു Aprilia RS 457 എഞ്ചിൻ റിലയബിലിറ്റി ഇഷ്യൂ അധികമായിട്ട് കണ്ടുവന്നു. യൂസേഴ്സൊക്കെ കുറേ ഇഷ്യൂസ് ഇങ്ങനെ ലൈക്ക് സർവീസ് സെൻറ്ററിൽ കൊണ്ടുവന്ന് കുറേ ഇഷ്യൂസ് വരുന്നുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ അവസാനമായിട്ട് അങ്ങനെ Aprilia ഇന്ത്യ തന്നെ അവർ പറഞ്ഞിട്ടുണ്ട്. Aprilia ഇന്ത്യ പറയുന്നത് ഈ എഞ്ചിൻ റിലയബിലിറ്റി ഇഷ്യൂ വരാൻ കാരണം ഇംപ്രോപ്പർ ആയിട്ടുള്ള സർവീസ് അതേപോലെ തന്നെ ആഫ്റ്റർ മാർക്കറ്റ് മോഡിഫിക്കേഷൻസ് കാരണമാണ് ഈ ഒരു റിലയബിലിറ്റി ഇഷ്യൂ വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ ഇതല്ലാതെ വന്നവർ ഇതൊന്നും ചെയ്യാതെ പ്രോപ്പർ സർവീസ് ആഫ്റ്റർ മോഡിഫിക്കേഷൻ ഒന്നും ചെയ്യാതെ വന്ന റിലയബിലിറ്റി ഇഷ്യൂസിൻ്റെയൊക്കെ അവരുടെ എഞ്ചിൻ്റെ ലൈക്ക് കമ്പോണൻസ് ഒക്കെ റീപ്ലേസ് ചെയ്യുക, കംപ്ലീറ്റ് എഞ്ചിൻ അസംബ്ലി തന്നെ അവർ വാറണ്ടി വെച്ചുകൊണ്ട് തന്നെ മൊത്തത്തിൽ മാറ്റി കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇതുവരെ എന്തുകൊണ്ടാണ് ഈ ഒരു റിലയബിലിറ്റി ഇഷ്യൂ വരുന്നതെന്ന് ഇതുവരെ Aprilia ഇന്ത്യ അഡ്രസ്സ് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് കാണാം എന്തൊക്കെ മാറ്റങ്ങളാണ് ഈ Aprilia'യിൽ കൊണ്ടുവരുന്നത്. എനിക്ക് ഈ 457 കൊണ്ടുവന്നപ്പോഴേ എനിക്ക് അധികം ഒന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല. ബിക്കോസ് Aprilia RS 457 വൺ ഓഫ് ദി മേജർ ഡ്രോബാക്ക് ആയിരുന്നു എൻ്റെ ബ്രേക്സിങ്. ഫ്രണ്ട് ബ്രേക്സ് ആണ് ഏറ്റവും കൂടുതൽ ഇഷ്യൂ ഉണ്ടായിരുന്നത്. അതുപോലെ അവർ ചേഞ്ച് ചെയ്ത് അതേ Aprilia RS 457 കൊണ്ടുവന്നു. ആ ബ്രേക്ക് അതേപോലെ എടുത്ത് നമുക്ക് 457 കൊണ്ടുവന്നു. ഞാൻ വിചാരിച്ചത് ഒരു പ്രോപ്പറായിട്ട് ഒരു നല്ലൊരു ബ്രേക്കിംഗ് കൂടെ കൊണ്ടുവരുന്നതാണ്. അത് ഭയങ്കര ഡിസപ്പോയിൻമെൻ്റ് ആയിരുന്നു. ഓക്കെ, അതൊക്കെ തന്നെയാണ് നമുക്ക് Aprilia 457 കേസ്. നമുക്ക് അടുത്തതായിട്ട് പറയാൻ സാധിക്കുന്നത് ടാറ്റ ആൾട്രോസിൻ്റെ 2025 ഒരു ഫേസ് ലിഫ്റ്റ് വേർഷൻ വന്നിട്ടുണ്ട്. ഒരു 6,89,000 രൂപ തൊട്ട് ഒരു 11,30,000 രൂപ വരെ നിൽക്കുന്ന റേഞ്ചിലാണ് ഈ ഒരു കാർസ് വരുന്നത്. ബിക്കോസ് 1-2 ട്രിം വേർഷൻസ് ഉണ്ടല്ലോ. അപ്പോൾ ഈ കാർസ് വരുന്നത് എന്തൊക്കെ മാറ്റങ്ങളാണ്? പുതിയ ആൾട്രോസിൻ്റെ ഫേസ് ലിഫ്റ്റ് കുറച്ചുകൂടി ഷാർപ്പർ ആയിട്ടുണ്ട്, കാണാനൊക്കെ കുറച്ചുകൂടി ബ്യൂട്ടിഫുൾ ആക്കിയിട്ടുണ്ട്. പറഞ്ഞു തരുന്നില്ല, ആ പോകുന്നു ആൾട്രോസ്. അപ്പോൾ ഈ ഒരു കാരണക്കാട്ടി നമുക്ക് കുറച്ചുകൂടി ഷാർപ്പർ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പുതുതായിട്ടൊരു LED DRL കാണാൻ സാധിക്കുന്നത്. ഫ്രണ്ട് ഗ്രില്ലൊക്കെ കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ പുതുതായിട്ട് എന്തൊക്കെയാണെന്ന് നോക്കുമ്പോൾ പുതുതായിട്ട് കുറച്ച് ഫീച്ചേഴ്സും കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് റിയർ സൈഡും AC AVents കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ 360 ഡിഗ്രി ക്യാമറ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഒരു 10.25 ഇഞ്ചിൻ്റെ നമുക്കൊരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ എന്തൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്, കുറേ ഫീച്ചേഴ്സ് അങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് എൻജിൻ സൈഡ് നോക്കുമ്പോൾ നമുക്ക് 3 വേരിയൻസ് ഉണ്ട്. ലൈക്ക് CNG, പെട്രോൾ, അതേപോലെ തന്നെ ഡീസലും അവൈലബിൾ ആണ്. ഞാൻ പെട്രോളും ഡീസലും എന്തായാലും പറഞ്ഞുതരാം. ഒരു 1.2 ലിറ്റർ 3 സിലിണ്ടർ പെട്രോൾ എഞ്ചിനാണ് വരുന്നത്. പ്രൊഡ്യൂസിങ് ലൈക്ക് 87 bhp ആൻഡ് 150 Nm ഓഫ് ടോർക്കാണ് ആ ഒരു പെട്രോൾ എഞ്ചിന് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നത്. പിന്നെ ഡീസൽ എഞ്ചിനിലോട്ട് നോക്കുമ്പോൾ ഒരു 1.5 ലിറ്റർ 4 സിലിണ്ടർ എഞ്ചിനാണ് കേട്ടോ നമുക്കൊരു ഡീസൽ പാക്കിൽ വരുന്നത്. അവിടെ നമുക്കൊരു 88 bhpയും ഒരു 200 Nm ഓഫ് ടോർക്കുമാണ് ഈ ഒരു ഡീസലിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നത്. പിന്നെ ട്രാൻസ്മിഷൻ നോക്കുമ്പോൾ നമുക്കൊരു 5 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ അവൈലബിൾ ആണ്, ഒരു 6 സ്പീഡ് ഓട്ടോമാറ്റിക്. പിന്നെ പുതുതായിട്ട് അവർ പെട്രോൾ വേരിയൻറ്റിൽ തന്നെ ഒരു 5 സ്പീഡ് ഓട്ടോമാറ്റിക്കും കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് എന്നത്തെ പോലെ ഈ ന്യൂസും ഒരു ഹാപ്പി ന്യൂസിലൂടെ വൈൻഡ് അപ്പ് ചെയ്യാം. 3 ആഴ്ചയായിട്ട് നമുക്ക് ഹാപ്പി ന്യൂസ് തന്നുകൊണ്ടിരിക്കുന്ന വോൾസ്വാഗൻ്റെ ന്യൂസ് തന്നെയാണ് ഇതും പറയുന്നത്. ഇതൊരു ഹാപ്പി ന്യൂസ് ആണോ എന്നറിയില്ല, മേ ബി നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം. ബിക്കോസ് നമുക്ക് വോൾസ്വാഗൻ ഗോൾഫ് GT അങ്ങനെ ഫൈനലി ഇന്ത്യയിൽ വന്നിട്ടുണ്ട് കേട്ടോ. പ്രൈസ് ഫിഗേഴ്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഒരു 53 ലക്ഷം രൂപയുടെ എക്സ്ഷോറൂം പ്രൈസിനാണ് നമുക്ക് ഗോൾഫ് GT അങ്ങനെ ഇന്ത്യയിൽ വന്നേക്കുന്നത്. പ്രൈസിങ് ലേശം ഒന്ന് കൂടിപ്പോയോ എന്നൊരു സംശയമുണ്ട്. അഫ്കോഴ്സ് CB മോഡലാണ്, അതുകൊണ്ട് ഒരു പ്രൈസ് ഇൻക്രീസ് വന്നിട്ടുണ്ട്. പിന്നെ ടാക്സ് അങ്ങനെ പറഞ്ഞ് നിൽക്കാനുള്ള കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. നമുക്കതൊക്കെ വിടാം. നമുക്കിപ്പോൾ എന്തായാലും ഒരു 8th ജനറേഷൻ പോളോ GT ആണ് ഇന്ത്യയിലോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. ഒരു 2 ലിറ്റർ TSI അഫ്കോഴ്സ് ടർബോ ചാർജ്ഡ് എഞ്ചിനാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. ഒരു 265 bhp, ഒരു 375 Nm ഓഫ് ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു 2 ലിറ്റർ TSI എഞ്ചിനാണ് നമുക്ക് ഈ ഗോൾഫ് GTIയിൽ വരുന്നത്. ബ്യൂട്ടിഫുൾ എഞ്ചിനാണ്. എസ്പെഷ്യലി സ്റ്റോക്ക് എക്സോസ്റ്റ് സൗണ്ടൊക്കെ കേൾക്കാൻ തന്നെ അത്യാവശ്യം നല്ല ബ്യൂട്ടിഫുള്ളാണ്. ഫ്രണ്ട് വീൽ ഡ്രൈവാണ്. ഞാൻ കുറേ റിവ്യൂ ഇങ്ങനെ കഴിഞ്ഞ ദിവസം ഇരുന്ന് കണ്ടായിരുന്നു. എനിക്ക് അത്യാവശ്യം നല്ല ഇഷ്ടപ്പെട്ടു. എസ്പെഷ്യലി ആ സൗണ്ടിങ്, ആ ഒരു പുള്ളുമൊക്കെ അത്യാവശ്യം നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. ഓക്കെ ഗൈസ്, അപ്പോൾ അതൊക്കെ തന്നെയായിരുന്നു ഈ ആഴ്ചത്തെ ഇൻട്രസ്റ്റിംഗ് ന്യൂസ് എന്നൊക്കെ പറയാനായിട്ട്. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത ആഴ്ച ഇതേപോലത്തുള്ള ഇൻട്രസ്റ്റിംഗ് ന്യൂസുമായിട്ട് കാണാം. അപ്പോൾ അതുവരേക്കും ഓക്കെ, ബൈ.